ഷാങ്കായ് ഉച്ചകോടിക്കിടെ പുടിനും മോദിയും കൈകോർത്ത് നടന്നു നീങ്ങുന്ന ദൃശ്യത്തിൽ നിശബ്ദനായി അത് നോക്കി നിൽക്കുകയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഈ ദൃശ്യം ഏറെ ചർച്ചയാകുകയും ചെയ്തു. പുടിനും മോദിയും ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്തതും കാറിലിരുന്ന് തന്നെ 3/4 മണിക്കൂറോളം ചർച്ച ചെയ്തതും വലിയ വാർത്തയായി. ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് റഷ്യ. ചൈനയുമായും ഇന്ത്യ അടുത്തു. ഉറപ്പായും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പാലമായി നിന്നത് റഷ്യയും പ്രസിഡന്റ് പുടിനുമാണ്. അതിനിടെ ട്രംപിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. താരിഫും ഉപരോധങ്ങളുമായി ഇന്ത്യയെയും ചൈനയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ്. സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ 2 ഏഷ്യൻ ശക്തികളെ ദുർബലപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും പുടിൻ കുറ്റപ്പെടുത്തി. ഇന്ത്യയെയും ചൈനയെയും പങ്കാളികളെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. 1.5 ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യയ്ക്കും ശക്തമായ സാമ്പത്തിക ശക്തിയായ ചൈനയ്ക്കും അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയ സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ടെന്നും പുടിൻ ട്രംപിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. റഷ്യ, ചൈന, ഇന്ത്യ സഖ്യം വളരുമ്പോൾ പൊള്ളുന്ന ഒരു രാജ്യമുണ്ട്, അത് പാകിസ്ഥാനാണ്. ഇന്ത്യയും ചൈനയും അടുക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നതാണ്. അതിനിടയിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ പുകഴ്ത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എത്തിയത്. ചൈനയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് ഇന്ത്യ റഷ്യ സഹകരണത്തെ പാക് പ്രധാനമന്ത്രി പ്രശംസിച്ചത്. ഇന്ത്യയുമായുള്ള റഷ്യയുടെ ബന്ധത്തെ തൻ്റെ രാജ്യം ബഹുമാനിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധം ശക്തിപ്പെടുത്തണമെന്നും പുടിനുമായുള്ള ചർച്ചയ്ക്കിടെ പാക് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മുടെ ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. പല മേഖലകളിലുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയ്ക്കും താൽപ്പര്യത്തിനും നന്ദി. നമ്മുടെ ഉഭയകക്ഷി ബന്ധം നിർണായകമായി ശക്തിപ്പെടാനും ഞാൻ ഉദ്ദേശിക്കുന്നു, ഷെരീഫ് പുടിനോട് പറഞ്ഞു. ഇന്ത്യയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അത് തികച്ചും നല്ലതാണ്. എന്നാൽ റഷ്യയുമായി വളരെ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ബന്ധങ്ങൾ മേഖലയുടെ നന്മയ്ക്കും പുരോഗതിക്കും സമൃദ്ധിക്കും പരസ്പരം സഹായിക്കും, ഷെരീഫ് പറഞ്ഞു. വ്യാപാരം, ഊർജം, കൃഷി, നിക്ഷേപം, പ്രതിരോധം, കൃത്രിമ ബുദ്ധി, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം എന്നീ മേഖലകളിൽ റഷ്യയുമായുള്ള ബന്ധം വികസിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്നും ഷെരീഫ് പറഞ്ഞു. ദക്ഷിണേഷ്യ, അഫ്ഗാനിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ്, യുക്രൈൻ സംഘർഷം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പലസ്തീൻ, കശ്മീർ തുടങ്ങിയ ആഗോള താൽപ്പര്യമുള്ള ദീർഘകാല പ്രശ്നങ്ങളെക്കുറിച്ചും തർക്കങ്ങളെക്കുറിച്ചും അവർ വീക്ഷണങ്ങൾ കൈമാറിയെന്നും റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തു. നവംബറിൽ റഷ്യ സന്ദർശിക്കാനുള്ള പുടിൻ്റെ ക്ഷണം ഷെരീഫ് സ്വീകരിച്ചു. മേഖലയിൽ US-ൻ്റെ പിടി അയയുകയാണോ? പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നു. ലോകത്തിൻ്റെ ശാക്തിക ചേരികളെ തന്നെ മാറ്റിമറിക്കാൻ പുതിയ നീക്കങ്ങൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ.